നന്നായി ശരി. ഹലോ, എങ്ങോട്ട് നോക്കിയിട്ട് ചിരിച്ചണത്? ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനതോ ആരാണ് സോക്സ് ഊരി കൊടുക്കണത്? ആ, ഗുഡ് ബോയ്. അല്ലാട്ടെ, ആ നിനക്ക് സോക്സ് വേഗം ഊരി കൊടുക്ക്. ആ ഇനി സോക്സ് ഷൂ കൊണ്ട് എടുത്ത് വെക്കണം. അവിടെ എടുത്ത് വെക്കി. സോക്സ് അലക്കാൻ ഇടണം. അവിടെ ഇട്. ആ ഷൂ കൊണ്ട് എടുത്ത് വെക്കി, അല്ലെങ്കിൽ കിട്ടൂല. ആ ഷൂ അവിടെ എടുത്ത് വെക്കും. ആ ഡ്രസ്സിൻ്റെ മേലെ. അല്ലാ, ആ മതി മതി. ആ വെക്ക് മതി. ആ ശരി, ഇറങ്ങി വാ. ഗുഡ് ബോയ്. എന്തൊക്കെ സ്വർണ്ണിട്ടിരിക്കുന്നു. ഹായ്, അപ്പം ഞങ്ങൾ മൈലേജ് എന്താണ് വെറുതെ ഒരു ഫംഗ്ഷന് പോകണം ഗൈസ്. കുട്ടികളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ബേബിയൊക്കെ എല്ലാം ഇട്ട് കൊടുത്തില്ലേ? ബാഗ് എടുക്കട്ടെ. ആദ്യം പോലെയല്ല. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കൂട്ടിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? നമുക്കിവിടെ കണ്ണാടി നോക്കട്ടെ. മാറി എനിക്ക് പിൻസൂചിയൊക്കെ അവിടെ പോയിട്ട് എടുക്കാം അല്ലേ? പിൻസൂചി ഞാൻ എടുത്തു. ശരി വാ. വണ്ടിയിലാണ് ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. കുട്ടിക്ക് സോക്സ് ഉണ്ട്. അങ്ങനെ ദേ നമ്മൾ കല്യാണ വീടെത്തിയിരിക്കുന്നു. നല്ല ഭംഗിയാക്കിക്കണല്ലേ. എനിക്ക് ഇന്നലെയും മിന്നാ. ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ നല്ല ബിസി ആയിരുന്നു. ഇന്ന് മൺഡേ ആണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. ഇത് വന്നിട്ട് നമ്മൾ വെള്ളിയാഴ്ചത്തെ സംഭവമാണ്. വെള്ളിയാഴ്ച നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെയാ കല്യാണം ചോദിച്ചാൽ എൻ്റെ എളാപ്പാൻ്റെ മോന്, എൻ്റെ അനിയൻ്റെയും പിന്നെ എൻ്റെ അമ്മായിയുടെ പേരക്കുട്ടിയുടെയും ആണ് കല്യാണം. എളാപ്പാൻ്റെ മോന് അമ്മായിയുടെ പേരക്കുട്ടീനെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 വീട്ടിലും ഈക്വലായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കല്യാണത്തിന് പങ്കെടുത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഗോൾഡ്. തനി ഓണായി പോയി. അപ്പോൾ നമ്മളിതിപ്പോൾ കല്യാണ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മളിതേ ഗോൾഡ് നോക്കുകയാണ് കേട്ടോ. അമ്മയോട് പിന്നെ നമ്മൾ ഈ ഒരു പരിപാടിക്ക് രാത്രിയാണ് പോകേണ്ടത്. പക്ഷേ ഞങ്ങൾ ഒരുങ്ങാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയാം? രാവിലേന്ന് തുടങ്ങി. അതായത് ടൈം ടേബിൾ വെച്ചിട്ട് ആദ്യം ഒരാൾ ഒരുക്കുക, പിന്നെ അതിനുശേഷം ഒരാൾ അങ്ങനായിട്ട് ആണ് 6:30 നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നതെന്ന്. പഠിച്ചവർക്കും എനിക്കും മാത്രമേ അറിയുള്ളൂ അതിൻ്റെ ഒരു കഷ്ടപ്പാട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ആ ഒരു ഫാക്റ്റ് അംഗീകരിക്കണമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു വഴി കൂടെ പോകുമ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് റെഡി ആയിട്ട് വരും. എന്താണ് എങ്ങനെ വന്നിക്കണേ? ഹലോ, എങ്ങോട്ട് നോക്കിയിട്ട് ചിരിച്ചണത്? നീ ഇവിടെ ഇരുന്നോ. ചിച്ചു ഇങ്ങോട്ട് വാ, കോക്കട്ടെ. വരൂലെന്ന് പറഞ്ഞ പോലെ പറയാൻ വിട്ടുപോയി. ഇതൊരു നാട്ടിൻപുറ സൈഡാണ്. ഞാൻ ചെറുതിലിരിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മക്ക് ഉമ്മ അങ്ങനെ ആരുമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിരുന്ന് പോയിട്ടിരുന്നത് എൻ്റെ അമ്മായിയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ അമ്മായിയുടെ മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞതോടെ പിന്നെ അവരുടെ വീട്ടിലേക്കായിട്ടോ വിരുന്ന് പോക്ക്. അവരൊക്കെ എന്നെ നന്നായി നോക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതലൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വീടും കൂടിയാണ് കേട്ടോ ഈ ഒരു വീട്. അണ്ണ വിളിച്ചില്ലേ? അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല. അതും പുതിയ ബേബിയും കൂടെ വന്നതിന് ശേഷം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും വരിക പോവുക എൻജോയ് ചെയ്യാതെ മാത്രമാണ്. ഇപ്പോൾ പക്ഷേ നമുക്ക് വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് കേട്ടോ. നമുക്ക് ഓരോ കാര്യം മെമ്മറി ആക്കാനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ എന്താ പറയുക, ഇക്കാക്ക് ഭയങ്കര തിരക്കാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഇക്കാനോട് കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ കൊല്ലങ്ങളെ എങ്ങനെ പണിയെടുക്കുന്നു, ഈ ഒരു 3 ദിവസം എനിക്ക് വേണ്ടി ഫ്രീ ആക്കി തരണം കേട്ടോ നിങ്ങളെന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റ് ഈ ഒരു 3 ദിവസം മൂപ്പർക്ക് ഫുള്ള് പണിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഒക്കെ ഉണ്ടെങ്കിൽ അധികം എൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയില്ലായിരുന്നു. പിന്നെ ദിയക്കുട്ടി ഷൂട്ട് ചെയ്യുന്ന അറിയില്ലായിരുന്നു. അത് കണ്ടത് അവൾക്ക് ഭയങ്കര സന്തോഷമായി. കണ്ടില്ലേ അതാണൊക്കെ. പിന്നെ അങ്ങനെ ഞങ്ങളാണ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഓരോരുത്തരായിട്ട് ഇതേ വരുന്നു. അപ്പോൾ എനിക്ക് അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഹെൽപ്പാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് അമ്മനെയും വിളിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു, മീൻസ് ഞാനും കുട്ടികളും ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഇനിയൊരു കസിൻ, എൻ്റെ ഒരു അനിയത്തിയാണ്. പിന്നെ ഞാൻ കിച്ചൻ്റെ ബാക്ക് സൈഡിൽ പോയി നോക്കിയ സമയത്ത് അവിടെ ഒരു നാടൻ ശൈലിയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഒക്കെ കാണാനും വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ ഇതേ ചോറൊക്കെ വിളമ്പാനുള്ള സമയമായിരിക്കണം. അപ്പോൾ അവിടെ ചോറ് വിളമ്പാനും വേണ്ടിയിട്ട്, അതായത് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കസിൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. മീൻസ് അവരുടെ മോൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എല്ലാവരും കൂടെ നിന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെറുതായിട്ടൊരു സ്റ്റേജ് പോലെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമൊന്നും ആരും ഫോട്ടോ എടുക്കാനൊന്നും വന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണ പെണ്ണ് ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല. അവൾക്ക് എക്സാമാണ്. അവൾ LLBക്ക് പഠിക്കുകയാണ് കേട്ടോ. 4th ഇയറോ 3rd ഇയർ ലാസ്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അവൾക്ക് എക്സാം ആയിരുന്നു. തലേ ദിവസം വരെയും എക്സാമാണ്. കല്യാണം കഴിഞ്ഞ് ഇന്നത്തെ ദിവസവും അവൾക്ക് എക്സാം ഉണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പെൺകുട്ടിയൊക്കെ വന്നതിന് ശേഷം നമുക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതേ നമ്മളും അങ്ങനെ ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ട് പോയിരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നാട്ടിൻപുറം ആയതുകൊണ്ട് തന്നെ ആ ഒരു എല്ലാവരും ഒരു നിഷ്കളങ്കത നമുക്ക് ഈ ഒരു ഇവിടെ കാണാൻ പറ്റും. മീൻസ് അതായത് ഒരു 2 ആഴ്ച മുമ്പ് തന്നെ എല്ലാവരും വീട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനും ഒക്കെ വരുന്നൊക്കെയാണ് കേട്ടത്. കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവർ അത്രയും സ്നേഹം കൊണ്ട് എല്ലാവരും വീട്ടിലേക്ക് വന്ന് കുടുംബക്കാരെ പോലെ ഒക്കെ വന്ന് അന്വേഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു കാര്യമില്ലേ. അപ്പോൾ നമുക്ക് ഫുഡ് വന്നിട്ട് നെയ്ച്ചോറും കായച്ചാറ്, പാലക്കാടിലെ കായച്ചാറും പിന്നെ ചിക്കൻ നല്ല അടിപൊളി ഒരു ഗ്രേവി ആക്കിയതും ഉണ്ടായിരുന്നു. ഫുഡ് സൂപ്പറായിരുന്നു. പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ തൈര് ചട്നി ഉണ്ടെങ്കിൽ നമുക്ക്, അതായത് സാലഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഇത് കിട്ടുള്ളൂ. പക്ഷേ സാലഡ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം അച്ചാറായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ബേബിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെയൊക്കെ ഫോട്ടോസ് എടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണ് ശരിക്കത്തെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പെൺകുട്ടിയും ഓരോരുത്തരെയും വെച്ച് ഞാനായിരുന്നു കേട്ടോ ഫോട്ടോഗ്രാഫർ. ഇവരൊക്കെ പോയി നേരത്തെ, ബാക്കിയുള്ള എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ബാക്കി അവരുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് സൂപ്പറായിട്ട്, പിന്നെ അങ്ങനെ രാത്രി 12:30 കഴിയും കേട്ടോ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ. പിന്നെ ഇതേ കാണുന്നത് പിറ്റേ ദിവസം മൈലാഞ്ചിക്ക് പോകാനും വേണ്ടിയിട്ട് ഓരോ സാധനങ്ങളെല്ലാം വലിച്ചിട്ട് ഓരോന്ന് അറേഞ്ച് ചെയ്യാണ്. എപ്പോൾ എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. കുട്ടികളുണ്ടാകുമ്പോൾ ഒക്കെ ബാഗിൽ ആക്കണമല്ലോ. അപ്പോൾ ഇത് ശനിയാഴ്ചയാണ്. ചുച്ചുക്കുട്ടിക്ക് ഇന്ന് സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തോ പരിപാടി ഉണ്ടെന്നിട്ട് വൈറ്റ് ഡ്രസ്സാണ്. ചുച്ചുങ്ങളൊക്കെ എന്താ വന്നത്? ഞാൻ ചോദിച്ചു അന്ന് കൊറിയർ വന്ന് പറയാൻ കൊറിയൻ എന്ന് പറഞ്ഞില്ലേ, എന്ന പോലെ മുഹമ്മദ് കുട്ടി വന്നു. ഷോൾ കെട്ടിക്കൊടുക്കണം. ഒരു മിനിറ്റ്, റന ഡ്രസ്സ് പൊളിക്കുന്നത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വീഡിയോ എടുക്കണം. റനാൻ്റെ എക്സ്പ്രഷൻ. അതിന് ഫാൻ ഓഫ് ആക്ക്, വേഗം. ആ റന കരയുന്നത് കാണാൻ വേണ്ടിട്ട് ഓക്ക്. ചേച്ചി മാറ്. അമ്മയുണ്ടാ? അമ്മയുണ്ട്. തലി തട്ടിട് എന്നിട്ട് കരയാ. മിണ്ടാണ്ടിരിക്കും ഹയാനെ. കളിക്കല്ല, ഒരു സംഭവം ഉണ്ടായി. ഞാൻ അതുകൊണ്ട് ഒരു സംഭവം ഉണ്ടായി റന. This is not a prank. This is the reality. നീ അത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവും.
അത് മാറ്റി വെച്ചടി അവര്. ഇത് അവസാനം കാണിച്ച് അപ്പൊ നന്നായിണ്ട് പറഞ്ഞപ്പോ അതിന് മാറ്റി ഇത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് വെച്ചതാണെന്ന്. ഇങ്ങോട്ട് വാ, ഏതായാലും കരയണത് ഞാൻ കാണട്ടെ. It's just pure disappointment. ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് ഡ്രസ്സ് വരുന്നില്ല എന്ന് പ്രതീക്ഷിച്ചോ, എന്നിട്ട് നീ എന്ത് ചെയ്യും അതുകൊണ്ടാണ് മുൻകൂട്ടി പറഞ്ഞത്. ഡ്രസ്സ് വന്നില്ല എന്ന് വിചാരിച്ചാൽ മതി, അല്ലാതെ വേറെ വഴിയില്ല. നീ പോടാ, ഭൂതത്തിനെ നോക്കട്ടെ. റന ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, സീരിയസ്ലി. അപ്പൊ ഏതിടും? ഈ ചക്കനെ തൂക്കി അപ്പുറത്തിട്ട് അറ്റ്ലീസ്റ്റ് അവരുടെ ബെസ്റ്റ് ട്രൈ ചെയ്തല്ലോ. I appreciate that. അവള് നല്ല വർക്കുണ്ട്. ലാസ്റ്റ് സീന് കണ്ടപ്പോൾ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അതെന്താ സംബന്ധിച്ചാൽ നമുക്ക് ഇടാനുള്ള ഡ്രസ്സ് വന്നത് പക്ഷേ മാറിപ്പോയിട്ടോ. റനക്കുട്ടിക്ക് വന്നത് അവൾ പറഞ്ഞതല്ലായിരുന്നു വേറെ. അപ്പോൾ അവൾക്ക് ഭയങ്കര അത് സങ്കടമായിട്ടോ. അപ്പോൾ പിന്നെ ഇക്കാനെ വിളിച്ച് നോക്കിയിട്ട് ഞാൻ ഇവിടെ അടുത്തുനിന്ന് ഷോപ്പിൽ നിന്ന് ഇപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇക്ക ഫോൺ എടുത്തിട്ട് അപ്പോൾ പറയണത് ഞാൻ തിരക്കാണ് എന്താണെന്ന് പോലും ചോദിച്ചില്ല. അപ്പോൾ എനിക്ക് സങ്കടമായിട്ട് ഞാൻ പറഞ്ഞു, റന എടുക്കടി വണ്ടി, ഓട്ടോയാണ് കേട്ടോ, അല്ലാതെ നമുക്ക് ഡ്രൈവിങ് അറിയില്ലല്ലോ. എന്നിട്ട് ഓട്ടോയിൽ പോയിട്ട് ഞാൻ സ്റ്റുഡിയോ പോയിട്ട് കുറച്ച് മേക്കപ്പ് ചെയ്യാനുള്ള കുറച്ച് സാധനം എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. ഫൗണ്ടേഷൻ ക്രീമോ അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ അവിടെ നിന്ന് അതും പോയി വാങ്ങി. 1-2 ഡ്രസ്സുകളും മടക്കി കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് ഇതും കൂടെ വാങ്ങി വേറൊരു ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ മൈലാഞ്ചിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. അന്ന് മൈലാഞ്ചീൻ്റെ ദിവസമാണ് ഇതൊക്കെ പോയി ഷൂട്ട് ചെയ്തത്. ബാക്കി അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. മൈലാഞ്ചി മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു. സൂപ്പർ വീഡിയോയും കാര്യങ്ങളായിട്ട് വരാം. ഇൻഷാല്ലാ. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.